എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ജീവിക്കുന്നുണ്ടോ? ശരിക്കും ജീവിതം ജീവിക്കാനുള്ളതാണ് എന്നുള്ള ബോധം പലർക്കും ഇല്ല. നമ്മളെപ്പോഴും നമ്മളുടെ മരണത്തെപ്പറ്റി ആലോചിക്കാറുണ്ടോ? ഇല്ല. നമ്മൾ മോർട്ടലല്ല, ഇമ്മോർട്ടലായിട്ടാണ് ജീവിക്കുന്നത്. മരണത്തെപ്പറ്റി എപ്പോഴും ഓർക്കുന്നവർക്ക് സന്തോഷകരമായ ജീവിതവും സന്തോഷകരമായ മരണവും ലഭിക്കും. പല കാര്യങ്ങളും നമ്മൾ മറ്റൊരു അവസരത്തിലേക്ക് നീട്ടിവെക്കുന്ന സ്വഭാവം ഉണ്ട്, അല്ലേ? നല്ല നല്ല സാധനങ്ങൾ ഉപയോഗിക്കാതെ മറ്റൊരു സമയത്തേക്ക് നീട്ടിവെക്കുക. നല്ല പ്രഷ്യസ് ആയിട്ടുള്ള സാധനങ്ങൾ കിട്ടിയാൽ, ആരെങ്കിലും നല്ല ഗിഫ്റ്റുകൾ തന്നു കഴിഞ്ഞാൽ അത് ഉപയോഗിക്കാതെ നമ്മൾ അൽമാരയിൽ സൂക്ഷിച്ച് വെക്കുക. പണമുണ്ടായാലും നല്ല നല്ല സാധനങ്ങൾ വാങ്ങിക്കാതെ, ഉപയോഗിക്കാതെ, നല്ല ഭക്ഷണങ്ങൾ കഴിക്കാതെ കഷ്ടപ്പെട്ട് ജീവിക്കുക. ഫോർ വാട്ട്? ടു ഹൂം? ദിസ് ഈസ് അറ്റർ നോൺസെൻസ് ആൻഡ് ടോട്ടലി ഇല്ലോജിക്. നമ്മൾക്കറിയാം, പല ആൾക്കാരും ധാരാളം സമ്പാദിച്ചിട്ട്, പണം സമ്പാദിച്ച്, സ്വത്ത് സമ്പാദിച്ച് കൂട്ടിയിട്ട് അതൊന്നും ഉപയോഗിക്കാൻ സാധിക്കാതെ കഷ്ടപ്പെട്ട് ജീവിച്ച് അതെല്ലാം ഇട്ടേച്ച് പോകുന്ന അവസ്ഥ. അങ്ങനെ ധാരാളം ആൾക്കാരെ നമ്മൾ കണ്ടുവരുന്നുണ്ട്, ഇല്ലേ? എന്നാൽ ഇങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ കണ്ടിട്ടും നമ്മൾ എന്തുകൊണ്ടാണ് മനസ്സിലാക്കാത്തത്, പഠിക്കാത്തത്? ഇവിടെ ശരിക്കും സംഭവിക്കുന്നത്, നമ്മൾ എല്ലാവരും മരിക്കുമെന്ന് നമ്മൾക്കറിയാം, പക്ഷേ നമ്മളുടെ മനസ്സിലില്ല. ഞാൻ പറഞ്ഞത് വ്യക്തമായി മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു. തെളിച്ച് പറയാം. അതായത്, ജനിച്ചാൽ മരിക്കുമെന്ന് നമ്മൾക്കെല്ലാവർക്കും അറിയാം. പക്ഷേ അത് നാളെയോ, അടുത്ത വർഷമോ, അടുത്ത 5 വർഷം കഴിഞ്ഞിട്ടാണോ, അതല്ല 10 വർഷം കഴിഞ്ഞിട്ടോ സംഭവിക്കുന്നതല്ല. ഇങ്ങനെയുള്ള ചിന്തയാണ് നമ്മളുടെ പ്രശ്നം. 90 വയസ്സായ ആൾ വിചാരിക്കുന്നത് 110 വയസ്സ് വരെയും 115 വയസ്സ് വരെയും ആൾക്കാർ ജീവിക്കുന്നില്ലേ? അപ്പോൾ 60 വയസ്സായ ആൾക്കാർക്ക് എന്തുകൊണ്ട് ഈ 110 വയസ്സിനെ പറ്റി ചിന്തിച്ചുകൂടാ? ഇതാണ് നമ്മളുടെ ഏറ്റവും വലിയ പ്രശ്നം. ഇനി പലരും പെട്ടെന്ന് മരിച്ചു പോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. ആക്സിഡൻ്റ് ആയിട്ടും ഹാർട്ട് അറ്റാക്ക് ആയിട്ടും പെട്ടെന്ന് മരിച്ചു പോകുന്നു. ഇതെല്ലാം നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ അപ്പോഴും നമ്മൾ വിചാരിക്കുന്നത്, അത് നമ്മളല്ലല്ലോ, അത് വേറെ ആൾക്കാരല്ലേ? ഇതാണ് നമ്മളുടെ മറ്റൊരു പ്രശ്നം. എന്നാൽ മനുഷ്യരുടെ മനസ്സിൽ ചേഞ്ചസ് വരണമെങ്കിൽ, ഒരു വ്യക്തിക്ക് മാരകമായ അസുഖം വന്നു കഴിഞ്ഞാൽ ശേഷം ഡോക്ടർ പറയുകയാണ്, നിങ്ങൾക്ക് മാക്സിമം 1 ഇയർ, 1 വർഷം കൂടെ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ്, ആ വ്യക്തിയിൽ ഉണ്ടാകുന്ന മാറ്റം, മറ്റുള്ളവരോട് ഇടപഴകുന്ന ആ സൗഹൃദം, ആ സ്നേഹബന്ധം, പ്രാർത്ഥന, ധർമ്മം ചെയ്യൽ, ലൈഫിൽ ചിട്ടയോടുകൂടിയുള്ള ജീവിതം, അങ്ങനെ എന്തെല്ലാം മാറ്റങ്ങളാണ് ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകുക. അതേസമയം ഒരു മുന്നറിയിപ്പുമില്ലാതെ പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് ആയിട്ടോ ആക്സിഡൻ്റ് ആയിട്ടോ മരിച്ചു പോകുന്നവരുണ്ട്. എന്തെങ്കിലും ഒരു മുന്നറിയിപ്പ് അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നുവെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുമായിരുന്നില്ലേ? അങ്ങനെ പെട്ടെന്ന് മരിച്ചു പോകുന്ന ആൾക്കാരെ പറ്റി നമ്മൾ പലപ്പോഴും ഓർമ്മിച്ച് വെക്കുന്നത് വളരെ നല്ലതായിരിക്കും. അങ്ങനെ ഓർത്തിരുന്നാൽ പോരാ, അത് നമ്മളുടെ മനസ്സിൽ അരക്കിട്ടുറപ്പിച്ച് നമ്മളുടെ ഓരോ ഹൃദയ ഇടിപ്പിലും നമ്മൾ ഓർത്തുകൊണ്ടിരിക്കണം. അങ്ങനെ നമ്മൾക്ക് സാധിക്കുമോ? എവിടെ? ഇങ്ങനെ എത്ര പ്രസംഗങ്ങൾ നമ്മൾ കേട്ടതാണ്. എന്നിട്ട് ഇപ്പോഴും നമ്മൾ ജീവിച്ചിരിക്കുന്നില്ലേ? ഈ ചിന്തയാണ് മാറേണ്ടത്. അലക്സാണ്ടർ ചക്രവർത്തിയുടെ അവസാന നിമിഷം അമ്മയെ ഒരു നോക്ക് പോലും കാണാൻ സാധിക്കാതെ മരിച്ചുപോയ സംഭവം നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അദ്ദേഹം രാജ്യങ്ങളെല്ലാം ഓരോന്നോരോന്നായി വെട്ടിപ്പിടിച്ച് അവസാനം അദ്ദേഹത്തിൻ്റെ അമ്മയെപ്പോലും ഒരു നോക്ക് കാണാൻ സാധിക്കാതെ മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ അമ്മ ഹെൽത്തി ആയിരുന്നപ്പോൾ മകനെ ഒരു നോക്ക് കാണാൻ വേണ്ടി അപേക്ഷിച്ചു. മകൻ പറഞ്ഞു, അമ്മേ
വെയിറ്റ്, ഒരു രാജ്യം കൂടി. അങ്ങനെ ഓരോ രാജ്യവും വെട്ടിപ്പിടിച്ച് അവസാനം അദ്ദേഹം മാരകമായ ഒരു രോഗശയ്യയിൽ കിടക്കുമ്പോൾ അദ്ദേഹത്തോട് ഡോക്ടർമാരെല്ലാം പറഞ്ഞു, നിങ്ങൾക്ക് ഇനി 8 മണിക്കൂർ മാത്രമേ ജീവിതമുള്ളൂ. അദ്ദേഹം സങ്കടത്തോടു കൂടി ഡോക്ടർമാരോടെല്ലാം പറഞ്ഞു, എനിക്ക് എൻ്റെ അമ്മയെ ഒന്ന് കാണണം, നിങ്ങൾ എൻ്റെ മരണം ഒരു 24 മണിക്കൂറെങ്കിലും നീട്ടിത്തരാം. കാരണം എൻ്റെ അമ്മക്ക് അവിടുന്ന് ഇവിടെ എത്തണമെങ്കിൽ 24 മണിക്കൂറിൻ്റെ ആവശ്യമുണ്ട്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും തരാം. ഞാൻ ഈ കിടക്കുന്ന സ്വർണ്ണക്കട്ടിൽ നിങ്ങൾക്ക് വേണേൽ തരാം. ഞാൻ സമ്പാദിച്ചതെല്ലാം നിങ്ങൾക്ക് തരാം. എനിക്ക് എൻ്റെ അമ്മയെ ഒന്ന് കാണണം. എൻ്റെ മരണം 8 മണിക്കൂറിൽ നിന്ന് 24 മണിക്കൂറിലേക്ക് നീട്ടിത്തരൂ പ്ലീസ്. ഡോക്ടർമാരെല്ലാം പറഞ്ഞു, വെരി സോറി, ഞങ്ങൾ ദൈവമല്ല, ഞങ്ങൾക്ക് ഒരു നിമിഷം പോലും നീട്ടിത്തരാൻ സാധിക്കില്ല. അങ്ങനെ അവസാനം അദ്ദേഹം പറഞ്ഞു, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ശവമഞ്ചം കൊണ്ടുപോകുമ്പോൾ എൻ്റെ 2 കൈയും പുറത്തോട്ട് തൂങ്ങിക്കിടക്കട്ടെ, അങ്ങനെ പുറം ലോകം മനസ്സിലാക്കട്ടെ അലക്സാണ്ടർ ചക്രവർത്തി ഇതെല്ലാം വെട്ടിപ്പിടിച്ചിട്ട് അവസാനം വെറും കൈയോടെയാണ് പോകുന്നത് എന്ന്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അതുകൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ മരണമുണ്ട്, അത് എപ്പോഴും നമ്മളെ തേടി വരാം എന്നുള്ളൊരു ബോധം എപ്പോഴും നമ്മൾക്കുണ്ടായിരിക്കണം. അങ്ങനെ ഉണ്ടാകുമ്പോൾ സന്തോഷമുള്ള ജീവിതം നയിക്കാനും സന്തോഷമുള്ള മരണം സ്വായത്തമാക്കാനും നമ്മൾക്ക് സാധിക്കും. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോയുടെ തൊട്ട് താഴത്ത് കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. ശേഷം വരുന്ന ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അതോടൊപ്പം തന്നെ ഞാൻ എല്ലാ വെള്ളിയാഴ്ചയും ഒരു വീഡിയോ ഉച്ചക്ക് 1:30 UAE ടൈം 3 PM ഇന്ത്യൻ ടൈം അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ മറ്റൊരു വിഷയവുമായി കാണുന്നത് വരെ ബൈ ഫ്രം മൊയ്തു MV മോട്ടിവേറ്റ്.